നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ ആദ്യം പഠിക്കാനുള്ള ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം. അപ്പം ഈ സെക്ഷനിലുള്ളത് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഓഫ് ട്രാൻസ്ഫോം ആണ്. അതിൽ ഫസ്റ്റ് പഠിക്കുന്ന ഡിഫറൻസിയേഷൻ ഓഫ് ട്രാൻസ്ഫോം. ഒരു എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എസിന്റെ, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ടി എഫ് ഓഫ് ടി. അപ്പം എഫ് ഓഫ് എസിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് ടി എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. അതാണ് അവിടെ തന്നേക്കുന്നത്. ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് ആയിരിക്കും. അപ്പോൾ ഈ ഫോമിൽ നമ്മൾ കാണാതെ പഠിക്കണം. ഇത് നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ ഒരുപാട് ആവശ്യമുള്ളതാണ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് എഫ് ഡാഷ് ഓഫ് എസ്. അപ്പോൾ ടി ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ വേണ്ടി എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് അതിനെ ഡെറിവേറ്റീവ് എടുത്തിട്ട് മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എഫ് ഓഫ് ടി കിട്ടും. ഇനി എൽ ഇൻവേഴ്സ് ഓഫ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഡാഷ് ഓഫ് എസ് എന്ന് പറയുന്നത് മൈനസ് ടി എഫ് ഓഫ് ടി. ഇതാണ് ഡിഫറൻസിയേഷന്റെ കേസിൽ പഠിക്കാനുള്ളത്. അതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഫോമുല, അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല, ചെറിയ ബുക്കിൽ തന്നിട്ടുള്ളൂ. ഇതിന്റെ ജനറൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ടിക്ക് പകരം ടി റേസ് ടു എൻ എടുക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് -1 റേസ് ടു എൻ ഡി റേസ് ടു എൻ ബൈ എൻ ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ടി റേസ് ടു എൻ വരുമ്പോഴത്തേക്കും -1 റേസ് ടു എൻ, അതായത് ഓൾട്ടർനേറ്റ് ടേംസ് പ്ലസും മൈനസും. ടി ആയപ്പോൾ മൈനസ്, ടി സ്ക്വയർ ആകുമ്പോൾ പ്ലസ്, ടി ക്യൂബ് ആകുമ്പോൾ മൈനസ്, അതാണ് കാണിക്കുന്നത് -1 റേസ് ടു എൻ. ടി റേസ് ടു എൻ ആകുമ്പോൾ എന്ത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എസ് ആണ് വരുന്നത്. അപ്പോൾ ഡിഫറൻസിയേഷന്റെ റൂള് പറയാൻ ഇത്രേ ഉള്ളൂ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എസ് ആണ്. അപ്പോൾ എഫ് ഓഫ് എസ് ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എങ്കിൽ ടി എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് ആയിരിക്കും. ഇനി നമുക്ക് ഇന്റഗ്രേഷന്റെ വാല്യൂസ് ആണ് വരുന്നത്. എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് ടി ബൈ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ടിൽഡെ ഡി എസ് ടിൽഡെ. അത് നമ്മൾ നേരത്തെ പോലെ നമ്മൾ ആ ഇന്റഗ്രേഷന്റെ അകത്ത് നമ്മൾ എഫ് ഓഫ് ടോ ഡി ടോ എന്ന് എഴുതുന്നത് പോലെയാണ് നമ്മൾ എസ്, ഇവിടെ എസ് തൊട്ട് ഇന്റഗ്രേഷൻ ആയതുകൊണ്ട് എസിന് പകരം എസ് ടിൽഡെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറയുന്നത് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ടിൽഡെ ഡി എസ് ടിൽഡെ എന്ന് വരും. അപ്പോൾ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടും? എൽ ഇൻവേഴ്സ് ഓഫ് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ടിൽഡെ ഡി എസ് ടിൽഡെ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ബൈ ടി എന്ന് കിട്ടും. നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇ റേസ് ടു എ ടി. അപ്പോൾ നമുക്ക് ഫോമുല ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് എന്നുള്ള ഫോമുല നമുക്കുണ്ട്. നമുക്ക് ഈ ഫോമുല യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി നമുക്കറിയാവുന്ന ഫോമുലയാണ് 1 ബൈ എസ് മൈനസ് എ. ഇതിനെ നമുക്ക് എഫ് ഓഫ് എസ് എന്ന് വിളിക്കാമല്ലോ. നമുക്ക് ഇ റേസ് ടു എ ടി ആണ് നമ്മുടെ എഫ് ഓഫ് ടി ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 ബൈ എസ് മൈനസ് എ. Therefore Laplace transform of t e raised to a t is equal to minus d by ds of 1 by s minus a എന്ന് പറയില്ല, എഫ് മൈനസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എസ് ആണ്. അപ്പോൾ എഫ് ഓഫ് എസ് ഇതാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ഇൻറ്റു 1 ബൈ എസ് മൈനസ് എയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ബൈ എസ് ആണെങ്കിൽ അത് -1 ബൈ എസ് സ്ക്വയർ എന്ന് വരും. എസ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് മൈനസ് എ 1 ആണ്. അപ്പോൾ 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് ചെയ്യുന്നത് പോലെ ഡെറിവേറ്റീവ് ഓഫ് 1 ബൈ എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു -1 ആയതുകൊണ്ട് -1 എക്സ് റേസ് ടു -2. അപ്പോൾ -1 ബൈ എക്സ് സ്ക്വയർ ആ ഫോമുല നമ്മൾ യൂസ് ചെയ്യുന്നത് 1 ബൈ എക്സിന് പകരം എസ് ആണ്. എസിന് ഇവിടെ എസ് മൈനസ് എ ആണ്, അത് പക്ഷേ ഒരുപോലെ വരുവുള്ളൂ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു -1 ഇൻറ്റു മൈനസ്, അപ്പോൾ അത് +1 ബൈ എസ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇ റേസ് ടു എ ടി എന്ന് പറയുന്നത് 1 ബൈ എസ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. Find the Laplace transform of t square e raised to a t. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ഇ റേസ് ടു എ ടി. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടൊരു ഫോമുല ഒന്നെങ്കിൽ നമുക്ക് ടി ഇ റേസ് ടു എ ടിയുടെ ആദ്യം കണ്ടുപിടിക്കാം. രണ്ട് രീതിയിൽ ഈ പ്രോബ്ലം ചെയ്യാം. നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്
ടി ഇ റേസ് ടു എ ടി എന്ന് പറയുന്നത് 1/s മൈനസ് എ ദ ഹോൾ സ്ക്വയർ. അത് പ്രോബ്ലം 1-ൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കാര്യമാണ് അല്ലേ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇ റേസ് ടു എ ടി ഈസ് ഈക്വൽ ടു 1/s മൈനസ് എ ദ ഹോൾ സ്ക്വയർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ്. അങ്ങനെയാണ് എങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു ടി ഇ റേസ് ടു എ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇ റേസ് ടു എ ടി എന്ന് പറയാമല്ലോ. ഈ ടി ഇൻറ്റു ഈ ടേമിൻ്റെ ആണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ ടേമിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. എന്നിട്ട് മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇ റേസ് ടു എ ടി എന്ന് പറയുന്നത് 1/s മൈനസ് എ ഹോൾ സ്ക്വയറാണ്. അപ്പോൾ അത് -1 ഇൻറ്റു -2 ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ഹോൾ ക്യൂബ് എന്ന് വരും. 1/x. അപ്പോൾ അത് എക്സ് റേസ് ടു -2 ആണ്. -2 ഡിവൈഡ് ബൈ എക്സ് റേസ് ടു -3 എന്ന് വരും. അത് -2 ഡിവൈഡ് ബൈ എസ് മൈനസ് എ ഹോൾ ക്യൂബ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/s മൈനസ് എ ക്യൂബ്. ഇനി ഇതല്ല എങ്കിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള ഫോർമുല അപ്ലൈ ചെയ്യാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടിയുടെ ഫോർമുല ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് -1 റേസ് ടു എൻ ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി. അപ്പം എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് 1/s മൈനസ് എ ആണ്. 1/s മൈനസ് എ വരും. അപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ഇ റേസ് ടു എ ടി ഈസ് ഈക്വൽ ടു -1 റേസ് ടു 2 ഡി റേസ് ടു എൻ ഡി എസ് റേസ് ടു എൻ. അപ്പോൾ അത് ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഓഫ് 1/s മൈനസ് എ എന്ന് വരും. അപ്പം -1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ഡി ബൈ ഡി എസ് ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഡി ബൈ ഡി എസ് ഓഫ് 1/s മൈനസ് എ എന്ന് എഴുതാലോ. ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയറിന് ദിസ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എസ് ഓഫ് ആദ്യം ഡെറിവേറ്റീവ് എടുക്കുക -1/s മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -1 ഇൻറ്റു -2 ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ദ ഹോൾ ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ദ ഹോൾ ക്യൂബ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്താലും നമുക്ക് സെയിം ആൻസറേ കിട്ടുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ ടി ഇ റേസ് ടു എ ടിയുടെ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്തതുപോലെ കണ്ടുപിടിച്ചിട്ട് ടി ഇൻറ്റു ടി ഇ റേസ് ടു എ ടി ഫോമിൽ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കാണുക. അല്ല എങ്കിൽ ജനറൽ ആയിട്ടുള്ള ഫോമിലേക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ ടി. അപ്പോൾ ടി സൈൻ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. സോ ദിസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി ബൈ ഡെഫിനിഷൻ എന്താണ്? 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് ആണ്. അതിനെ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് വിളിക്കാം. അപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എഫ് ഓഫ് ടി ഫോർമുല അനുസരിച്ച് എന്താണ്? -f' ഓഫ് എസ് ആണ്. Therefore, Laplace transform of t sin t is equal to -d by ds of 1 divided by s square plus 1. അപ്പം നമുക്ക് 1 divided by s square plus 1ന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പം -1 ഇൻറ്റു 1/x ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ -1/s square plus 1 all raised to 2. 1/x ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ x raised to -1 ഡെറിവേറ്റീവ് -1 x raised to -2 വരും. പക്ഷേ ഇവിടെ എക്സിന് പകരം എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവും കൂടെ വരും ഇൻറ്റു 2s വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു മൈനസും കൂടെ പ്ലസ് വരും 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. നമുക്ക് ആൻസർ 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അടുത്തത് ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ എ ടി. അതിപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി എന്ന് പറയുന്നത് എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതിനെ നമ്മൾ എഫ് ഓഫ് എസ് എന്ന് വിളിച്ചു. അങ്ങനെയാണ് എങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ എ ടി ഈസ് ഈക്വൽ ടു -d by ds ഓഫ് എഫ് ഓഫ് എസ് വിച്ച് ഈസ് ഈക്വൽ ടു -d by ds ഓഫ് എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതിൽ എ കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കോമൺ ആയിട്ട് എടുത്തു എ ബൈ ആവുമ്പം എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എ 0, എ കോൺസ്റ്റന്റ് ആണ്, മൈനസ് എ ഇൻറ്റു ക്വസ്റ്റ്യൻ റൂൾ ആണ് അപ്ലൈ ചെയ്തേക്കുന്നത്. എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ചെയ്യുമ്പം ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ എ ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ
2s plus 0 ആണ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 0 മൈനസ്, അപ്പോൾ ഇത് ആദ്യത്തെ ടേം 0, അപ്പോൾ മൈനസ് 2as ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. So this will be equal to 2as divided by s square plus a square the whole square എന്ന് കിട്ടും. Next question. Find the Laplace transform of t square cos t. അപ്പോൾ നമുക്ക് Laplace transform of cos t എന്ന് പറയുന്നത് s divided by s square plus 1 ആണ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി കോസ് ടി എന്ന് പറയുമ്പോൾ അത് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ്, നമുക്ക് കോഷ്യൻ റൂൾ വെച്ച് ഇൻ്റഗ്രേഷൻ നടത്തണം. അപ്പം എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് 1 മൈനസ് എസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. So this is equal to minus of s square plus 1 minus 2s square divided by s square plus 1 the whole square. അപ്പോൾ ഇത് 1 മൈനസ് എസ് സ്ക്വയർ അല്ലേ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്, എസ് സ്ക്വയറും മൈനസ് 2s സ്ക്വയറും കൂടെ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്, പുറത്തൊരു -1 ഉള്ളതുകൊണ്ട് എസ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സോ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ കോസ് ടി ഇനി നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു ടി കോസ് ടി എന്ന് കാണാം, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി കോസ് ടി. അപ്പം ടി കോസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എസ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. സോ മൈനസ് 1 into s square plus 1 the whole square into 2s, s square minus 1 derivative minus s square minus 1 into ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2 into s square plus 1 into derivative of s square plus 1 എന്ന് പറയുമ്പോൾ 2s divided by s square plus 1 all raised to 4 എന്ന് വരും. s square plus 1 സ്ക്വയറിന്റെ സ്ക്വയർ. So this is equal to മൈനസ് ഓഫ്, നമുക്ക് ഇവിടെ ഒരു എസ് സ്ക്വയർ പ്ലസ് 1 ഉണ്ട്, ഇവിടെ ഒരു എസ് സ്ക്വയർ പ്ലസ് 1 ഉണ്ട്. ഒരു എക്സ് സ്ക്വയർ പ്ലസ് 1 കോമൺ ആയിട്ട് എടുത്താൽ 2s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 ആണ് ആദ്യത്തെ ടേം. എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 2s ഒരു എസ് സ്ക്വയർ പ്ലസ് 1 പുറത്തെടുത്തു, മൈനസ് ഈ എസ് സ്ക്വയർ പ്ലസ് 1 പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇവിടെ 4s ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 1, 2ഉം 2ഉം കൂടെ 4s ഇത് പുറത്തെടുത്തു ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഓൾ റേസ് ടു 4. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സ് സ്ക്വയർ പ്ലസ് 1ഉം ഈ എക്സ് സ്ക്വയർ പ്ലസ് 1ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് ഒരെണ്ണം ക്യാൻസൽ ചെയ്തു, പിന്നെ 2s ക്യൂബ് പ്ലസ് 2s മൈനസ് 4s ക്യൂബ് പ്ലസ് 4s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഓൾ റേസ് ടു 3 വരും. ഒരെണ്ണം ക്യാൻസൽ ചെയ്തു പോയല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് മൈനസ് ഓഫ് 2s ക്യൂബ് അല്ല മൈനസ് 2x ക്യൂബ്, 2x ക്യൂബ് മൈനസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മൈനസ് 2x ക്യൂബ് പ്ലസ് 6x ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഹോൾ ക്യൂബ് എന്ന് വരും. നമ്മൾ മൈനസ് അകത്തോട്ട് കയറ്റുമ്പോൾ 2s ക്യൂബ് മൈനസ് 6s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഹോൾ ക്യൂബ്. 2s കോമൺ ആയിട്ട് എടുത്താൽ എസ് സ്ക്വയർ മൈനസ് 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഹോൾ ക്യൂബ് എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് നമുക്ക് കിട്ടുന്ന ആൻസർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ കോസ് ടി എന്ന് പറയുന്നത് 2s ക്യൂബ് മൈനസ് 6s ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഹോൾ ക്യൂബ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് -1 റേസ് ടു n -1 റേസ് ടി സ്ക്വയർ ആയതുകൊണ്ട് -1 റേസ് ടു 2 ഡി സ്ക്വയർ എക്സ് ബൈ ഡി എസ് സ്ക്വയർ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ടി വെച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്താലും നമുക്ക് രണ്ട് രീതി ചെയ്താലും നമുക്ക് സെയിം ആൻസറേ കിട്ടത്തുള്ളൂ. അടുത്തത് ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ സൈൻ h 2t.
അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് 2t എന്ന് പറയുന്നത് ഡെഫിനിഷൻ അനുസരിച്ച് 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, അപ്പോൾ എസ് സ്ക്വയർ മൈനസ് 4 വരും. Therefore, Laplace transform of t sin h 2t is equal to minus d by ds of 2 divided by s square minus 4. In derivative ആണ് വരുന്നത്. So this will be equal to minus of s square minus 4 into derivative of 2 0 minus 2 into derivative of s square minus s എന്ന് പറയുമ്പോൾ 2s divided by s square minus 4 the whole square, which is equal to 0. ഇവിടെ മൈനസ് 4s, ഈ മൈനസും കൂടെ, അപ്പോൾ 0 മൈനസ് 4s, അപ്പം പ്ലസ് 4s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 4 ദ ഹോൾ സ്ക്വയർ. Therefore, Laplace transform of t into t sin h 2t is equal to minus d by ds of Laplace transform of t sin h 2t, which is equal to minus d by ds of t sin h 2t 4s divided by s square minus 4 the whole square. ഇനി നമുക്കിതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പം മൈനസ് കോമൺ ആയിട്ട് എടുത്തു. എസ് സ്ക്വയർ മൈനസ് 4 the whole square ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 4s 4 മൈനസ് 4s ഇൻറ്റു 2 ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 4 the whole raised to 4 എന്ന് വരും. So this is equal to minus of common ആയിട്ട് വരും. എസ് സ്ക്വയർ മൈനസ് 4 ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പത്തെ പോലെ കോമൺ ആയിട്ട് എടുക്കാം. എസ് സ്ക്വയർ മൈനസ് 4 കോമൺ ആയിട്ട് എടുത്താൽ എസ് സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 4, ഇവിടെ 4s 2s, അപ്പം മൊത്തം 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16 മൈനസ് 16 എസ് സ്ക്വയർ വരും. എസ് സ്ക്വയർ മൈനസ് 4 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 8s ഇൻറ്റു 2s എന്ന് പറയുമ്പോൾ 16s സ്ക്വയർ divided by s square minus 4 all raised to 4. Or s square minus 4 cancel ചെയ്ത് പോകും. So this will be equal to minus of s square minus 4 cancel ചെയ്ത് പോയി 4 into s square minus 4 എന്ന് പറയുമ്പോൾ 4s square minus 16 s square divided by s square minus 4 all raised to 3 എന്ന് വരും. This is equal to minus of minus 16 minus 12 divided by s square minus 4 all raised to 3. മൈനസ് അകത്തോട്ട് കയറ്റുമ്പം നമുക്കത് 12s square plus 16 divided by s square minus 4 all raised to 3 എന്ന് കിട്ടും. അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t square cos h pi t. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos h pi t, cos h ടിയുടെ നമുക്കറിയാം s ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഇതാവരുത്, അപ്പം എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ എന്ന് വരും. cos h pi t ആയതുകൊണ്ട് എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ എന്ന് വരും. Therefore, Laplace transform of t cos h pi t is equal to minus d by ds of s by s square minus pi square. ഞാൻ മറ്റേ ഫോർമുല യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെ ഒറിജിനൽ ടെക്സ്റ്റ് ബുക്കിൽ ആ ടി റേസ് ടു എന്നിൻ്റെ ജനറൽ ഫോർമുല തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നും ഡിറൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എങ്ങാനും എക്സാമിന് മറ്റേത് ചെയ്താൽ ചിലർ ശ്രദ്ധിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അപ്പം മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എസ് സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് 1 മൈനസ് എസ് ഇൻറ്റു 2s divided by s square minus pi square the whole square, which is equal to minus of s square minus pi square minus 2s square divided by s square plus pi square the whole square, which is equal to s square minus 2s square minus s square minus pi square വരും. അപ്പോൾ അത് മൈനസ് അകത്തോട്ട് കയറ്റുമ്പം s square plus pi square divided by s square plus pi square the whole s square minus pi square ആണ്. അപ്പം നമുക്ക് s square plus pi square divided by s square minus pi square the whole square എന്ന് വരും. Therefore,
Laplace transform of t into t cos h pi t is equal to minus d by ds of s square plus pi square divided by s square minus pi square the whole square, which is equal to minus of, ആദ്യം നമുക്ക് ഡെറിവേറ്റീവ് എടുക്കണം, s square minus pi square all raised to 2 into derivative of s square plus pi square എന്ന് പറയുമ്പോൾ 2s square minus s square plus pi square into derivative of this എന്ന് പറയുമ്പോൾ 2 into s square minus pi square raised to 1 into 2s divided by s square minus pi square raised to 4 എന്ന് വരും, which is equal to ഒരു s square minus pi square കോമൺ ആയിട്ട് പുറത്തെടുത്താൽ s square minus pi square into s square minus pi square into 2s square minus ഇവിടെ 4s into s square plus pi square whole divided by s square minus pi square raised to 4. അപ്പോൾ ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് പോകും. മൈനസ് ഓഫ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം 2s raised to 4 minus 2 pi square s square minus 4s raised to 4 minus 4s pi square divided by s square minus pi square all raised to 3 എന്ന് വരും, which is equal to s square minus, എവിടെയോ തെറ്റുണ്ട്, ഇവിടെ 2s അല്ല, അതാ പറ്റിപ്പോയത്, ഇവിടെ 2s സ്ക്വയർ ഇല്ല, s എ ഉള്ളൂ. അപ്പം 2s raised to 3 2s raised to 3 minus 2s pi square minus 4s cube, എല്ലാം തെറ്റിപ്പോയി, മൈനസ് 4s ക്യൂബ്, ഇത് s ക്യൂബാണ്, മൈനസ് 4s pi സ്ക്വയർ. അപ്പം മൈനസ് ഓഫ് minus 2s cube minus 6 pi square s divided by s square minus pi square all raised to 3. ഇത് തെറ്റിപ്പോയത്, എനിക്ക് s സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഞാൻ 2s സ്ക്വയർ എന്നാണ് എഴുതിയത്, അതാണ് തെറ്റിപ്പോയത്. മൈനസ് പുറത്തെടുത്ത് കഴിയുമ്പം 2s ക്യൂബ് പ്ലസ് 6 pi square s divided by s square minus pi square all raised to 3 എന്ന് പറയും. Next question. Find Laplace transform of t e raised to minus t sin t. നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി എന്ന് പറയുന്നത് എന്താണ്? 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി സൈൻ ടി, നമ്മൾ ഷിഫ്റ്റിംഗ് തിയറം അനുസരിച്ച് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ ആണല്ലോ. നമ്മൾ ഷിഫ്റ്റിംഗ് തിയറം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി സൈൻ ടി എന്ന് പറയുമ്പോൾ 1 ഡിവൈഡഡ് ബൈ എസിന് പകരം എസ് മൈനസ്, അപ്പം എ ആണെങ്കിൽ മൈനസ് എ വെച്ച് റീപ്ലേസ്, അപ്പോൾ ഇത് പ്ലസ് മൈനസ് 1 ആയതുകൊണ്ട് പ്ലസ് 1 വെച്ച് റീപ്ലേസ് ചെയ്യും. എസ് പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 കിട്ടും. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി സൈൻ ടി നമുക്ക് എഫ് ഓഫ് എസ് എന്ന് വിളിക്കാം. Therefore, Laplace transform of t e raised to minus t sin t is equal to minus d by ds of Laplace transform of e raised to minus t sin t, which is equal to minus d by ds of 1 divided by s plus 1 the whole square plus 1. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി, which is equal to minus of s plus 1 the whole square plus 1 into derivative of 1 0 minus 1 into derivative of the denominator എന്ന് പറയുമ്പോൾ 2 into s plus 1 2 into s plus 1 into derivative of s plus 1 ആണ്. അപ്പോൾ 2 into s plus 1 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1
അതിൻ്റെ സ്ക്വയർ വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഫസ്റ്റ് ടേം 0 ആണ്. അപ്പം 2 ഇൻറ്റു മൈനസ് 2s+1 ഡിവൈഡഡ് ബൈ s+1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വരും. നമുക്ക് -2 വെച്ച് മൾട്ടിപ്ലൈ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു s+1 ഡിവൈഡഡ് ബൈ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ s² പ്ലസ് 2s പ്ലസ് 1 പ്ലസ് 1 അപ്പം +2 ദ ഹോൾ സ്ക്വയർ വരും. ഇതിങ്ങനെ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല, ഞാൻ പിന്നെ ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. s+1 ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് s² പ്ലസ് 2s പ്ലസ് 1 ആ അതിൻ്റെ കൂടെ ഈ ഒരു 1 കൂടെ വരുമ്പോൾ s² പ്ലസ് 2s പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും.